Ready, steady, go. Hello guys, how are you? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈസി ആയിട്ടൊരു ചോക്ലേറ്റ് കേക്ക്. ഇനി നമ്മൾ വേഗം ഉണ്ടാക്കിക്കാലോ. ആടെ നമ്മൾക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ്. ഇനി നമ്മൾ ആദ്യം ഈ ഹാഫ് കപ്പ് or water എടുക്കാം. എന്നിട്ട് ആ ഷുഗർ എടുക്കണം. എന്നിട്ട് 2 cups or sugar. 2 tablespoons. 2 tablespoons of sugar. 1 and 2. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. അമ്മ സ്പൂണ് തരേ. താങ്ക് യു. വെൽക്കം. ഇനി നമ്മൾക്ക് ഇവിടെ മാറ്റി വെക്കാം. ഇനി നമ്മള് 3 പാക്കറ്റ് ഓറിയോ ഇട്ടേക്കണം കേട്ടോ. 120 ഗ്രാംസിന്റെ ഓറിയോ പാക്കറ്റ്സ് ആണ്. ഓരോന്നും 120 ഗ്രാംസ്. അങ്ങനെ ഒരു 3 പാക്കറ്റ്. ഒരു ഫേസ് കാണുന്നില്ലയോ ഒരു ക്രീമില്? ഫേസ് നമ്മൾ ഓപ്പൺ ആക്കി നോക്കാം. അമ്മ ഓപ്പൺ ആക്കാ. ഓപ്പൺ ആക്കി നോക്കിട്ട് നല്ല ഓപ്പൺ ആക്കി നോക്കിട്ട് ഓപ്പൺ ആക്കാം. സോ മച്ച് ഓറിയോ ആണ് കേട്ടോ. ഇത് ഓറിയോ ഒറിജിനൽ. ഇവിടെ ഇങ്ങനെ ഓരോ ലെറ്റേഴ്സ് ഒക്കെ ആയിട്ടുള്ള പുതിയ വെർഷനാ തോന്നുന്നുണ്ട്. റെഡി സ്റ്റഡി ഗോ. ഇനി നമ്മൾ ഉള്ളിലത്തെ ക്രീം എടുത്തിട്ട് ഇവിടെ ഈ ബോളിലേക്ക് ഇടാം കേട്ടോ. ഓക്കെ, ആദ്യം ഈ ഉള്ളിലത്തെ ക്രീം എടുത്തിട്ട് ആ ബോളിലേക്ക് ഇടാം കേട്ടോ. ആദ്യം ഈ ഓപ്പൺ ആക്കിയിട്ട് ഈ ഇങ്ങോട്ട് ഇടാം കേട്ടോ. എന്നിട്ട് ഈ സാധനം ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് ഈ സ്പൂൺ എടുത്തിട്ട് കെയർഫ്രീ ആയിട്ടിട്ട് ഇങ്ങോട്ട് ഇടാം കേട്ടോ. ഓക്കെ ഓക്കെ. ഒന്നുകൂടി പാക്കറ്റ് എടുത്തിട്ട് ഒന്നുകൂടി ക്രീം എടുത്തിട്ട് ഇങ്ങോട്ട് ആ ബോളൊക്കെ ഇടാം കേട്ടോ. ഓക്കെ ഓക്കെ. ആദ്യം ഇതിട്ടിട്ട് എന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഫുള്ള് ചെയ്തിട്ട് വരാം. ഇനി ഞാൻ ഒന്ന് കഴിക്കട്ടെ. ക്രീം മാത്രം. നോക്കി ഈ സൈഡില് ഈ ഉണ്ട്. ഈ ഉണ്ടല്ലേ. ഇത് പകുതിയും കമ്മിക്കാണല്ലോ പോകുന്നത്. യമ്മി യമ്മി. ഇനി ബാക്കി മമ്മ ചെയ്യാട്ടോ, അതാ നല്ലത്. ക്രീമും കുക്കിയും വേറെ വേറെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുക്കാം. ബ്ലെൻഡറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ബ്ലെൻഡറിലേക്ക് ഇടാം. ഇനി ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ നോക്കട്ടെ. ലൈക്കിനാണ് It's getting fuller. 24, 25, 20. നോക്കട്ടെ ഒന്നിക്കൊരു ഫോൾ ലൈക്കിനാണ്. It's getting fuller and fuller.
എത്രയാണ്? മമ്മ മറന്നു. 36, 36, 37, 38, 49, 48. വരണോ? 50, 50, 51. Ah. 63, 64. It's getting higher and higher. തവണ ഇത് പൊടിച്ചു കിട്ടൂട്ടോ. അപ്പൊ 2 പ്രാവശ്യമായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. Go. ഇനി നമ്മൾ ക്രീം ഹോട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഹോട്ട് മിൽക്ക് എടുത്തേ മമ്മ. ഓക്കെ. 2 ടീസ്പൂൺ. അത് ഫുൾ ഒഴിച്ച ഫ്ലോപ്പ്. ഇങ്ങോട്ടെല്ലാം ഒഴിച്ചിട്ട് ഇതിന് 2 ടീസ്പൂണാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ഞാൻ ഒഴിക്കോളാം. 1, 2. ഇനി നല്ലോണം ആക്ടിവേറ്റ് ചെയ്യട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മള് ക്രീമി ഒന്നും ആയിട്ട് വന്നിട്ടില്ല. ക്രീമിയും ക്രീം ആവാനില്ലേ. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യണം. നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യണം. ഇതെന്താ ബോളാണോ? ക്രീമി ബോള്. അമ്മ ആ പൈപ്പിംഗ് പാഡ് ഇട്ടേ. റെഡി സ്റ്റഡി ഗോ. ഇനി നമ്മൾക്ക് ഈ സാധനങ്ങൾ ഒഴിക്കാട്ടോ. പൈപ്പിംഗ് ബാഗ്. പൈപ്പിംഗ് പാഡ്. I like cream. Let me taste. കയ്യേറ്റ്. ആ കയ്യേറ്റ്. ടേസ്റ്റി? Yes. ഇത് നോസിൽ വെച്ച പൈപ്പിംഗ് ബാഗാണ്. നോസിൽ വെക്കാത്ത പൈപ്പിംഗ് ബാഗിലേക്കും കൂടി വെക്കണം. കൂടിയോ? പൊടിച്ചു വന്നേ. ഓറിയോന്റെ ആ ബ്ലാക്ക് പോർഷൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ട്. ഇനി നല്ല മിൽക്ക് ഐറ്റം ഉണ്ട്. 3/4 കപ്പ് പാലാണുള്ളത്. 3/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കളറിൽ You are strong, right? I am weak. അപ്പോൾ നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ 16 ബ്രെഡ് ഇട്ടിട്ടുണ്ട്. 16 സ്ലൈസസ് ബ്രെഡ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അരികൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനോ ബ്രെഡ് പോപ്കോൺ ഉണ്ടാക്കാനോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ കഴിക്കാനും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി അസംബിൾ ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഇവിടെ ഒരു ട്രേ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇനി നമ്മൾ ഷുഗർ സിറപ്പ് ഇട്ടിട്ട് നോക്കാം. ബ്രെഡിലെ മമ്മ ആ ഷുഗർ സിറപ്പ് ഇട്ടേ. Gimme a sugar syrup, please. Please. കുറേശ്ശെ ഒഴിക്കണേ. എത്ര കപ്സ് ആണ്? 1 ടീസ്പൂൺ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. മമ്മ ഞാൻ ആക്കിക്കോളാം.
ഷുഗർ സിറപ്പ് ബ്രെഡിൻ്റെ എല്ലാ സൈഡിലേക്കും ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഷുഗർ സിറപ്പാണ് ബ്രെഡിനെ നമുക്ക് കേക്കിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഓറിയോയും പാലും കൂടെയുള്ള മിക്സ് വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ വീണ്ടും ഒരു 4 ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം. പിന്നെ ഷുഗർ സിറപ്പും ഓറിയോ മിക്സും വെച്ച് കൊടുക്കാം. വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒരു 4 ലെയേഴ്സാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. ആദ്യം ബ്രെഡ്, എന്നിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഓറിയോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 4 പ്രാവശ്യമായിട്ട് ബ്രെഡുമ്മ ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ബ്രെഡിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പും ഓറിയോ മിക്സും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡുകളിലൊക്കെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഞങ്ങളുടെ കയ്യിലുള്ള ഓറിയോ മിക്സ് തീർന്നപ്പോൾ കുറച്ച് ന്യൂട്ടെല്ല എടുത്തിട്ട് അതിൻ്റെ വിട്ടുപോയ ചില ഭാഗങ്ങളിലൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനും ഇത് ഓരോ ലെയറിലും ഒരുപാട് ഓറിയോ മിക്സ് ഫിൽ ചെയ്തുകൊണ്ടാണ് നമുക്ക് ലാസ്റ്റ് ഓറിയോൻ്റെ കുറവ് വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് കറക്റ്റാണ്. 15 മിനിറ്റിൽ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഓക്കെ മറി. ഓക്കെ. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാലോ. ആദ്യം ക്രീം ഇട്ടോ. പിന്നെ ഇതിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം നോസിലില്ലാതെ വെച്ച പൈപ്പിംഗ് ബാഗ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എല്ലാ സൈഡുകളിലും നോസിൽ കൊണ്ട് ക്രീം പൈപ്പ് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കിയിട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വേഗം കട്ട് ചെയ്യാലോ. അമ്മ ആ നൈഫ് കിട്ടാനൊക്കെ ബാബക്ക് ഫോട്ടോ അയക്കണം. അമ്മ ഞാൻ ഉണ്ടാക്കിയിട്ട് കേക്ക്. ഓക്കെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ ബൈ. എങ്ങനെയുണ്ട് പറ? സൂപ്പർ അടിപൊളി. വിശ്വസിക്കാൻ കഴിയാത്ത ടേസ്റ്റ് അല്ലെങ്കിൽ അമേസിങ് എന്നൊന്നും പറയാനില്ല. എന്നാലും നമുക്ക് പെട്ടെന്നൊരു കേക്ക് കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് കഴിക്കാനോ ഒക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഡെസേർട്ട്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടാനുവിനെയും കൊണ്ട് ഇതുപോലെ ഈസി ഫയർലെസ് കുക്കിംഗ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബായ്.